വന്ദേമാതരത്തെ അപമാനിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പു നൽകുന്ന ചരിത്രപരമായ ബില്ല് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഹോണർ അമെൻഡ്മെന്റ് ബിൽ 2026 എന്ന പേരിലുള്ള ഈ ഭേദഗതി ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുക. ദേശീയഗാനത്തെ അപമാനിച്ചാൽ നിലവിലുള്ളതിന് സമാനമായ ശിക്ഷാവ്യവസ്ഥകളാണ് വന്ദേമാതരത്തിന്റെ കാര്യത്തിലും ഇനി ബാധകമാവുക. വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുകയോ ആലപിക്കുന്നതിനിടയിൽ മനഃപൂർവ്വം ശല്യമുണ്ടാക്കുകയോ ചെയ്താൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന ശിക്ഷയാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. നിലവിൽ വന്ദേമാതരത്തെ അപമാനിക്കുന്നതിനെതിരെ പ്രത്യേക ശിക്ഷാ നടപടികൾ ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം ബില്ലിന് അംഗീകാരം നൽകിയതോടെയാണ് ഇത് പാർലമെന്റിലേക്ക് എത്തുന്നത്. വന്ദേമാതര ബില്ലിനൊപ്പം തന്നെ ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ച വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലും ഈ സമ്മേളനത്തിൽ മോദി സർക്കാർ അവതരിപ്പിക്കും. ക്രൈസ്തവ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വലിയ എതിർപ്പാണ് ഈ ഭേദഗതിക്കെതിരെ ഉയരുന്നത്. പുതിയ നിയമനിർമ്മാണം വഴി ആർക്കും ദോഷകരമായി ഒന്നും സംഭവിക്കില്ലെന്ന് കത്തോലിക്ക മെത്രാൻ സമിതി നേതൃത്വത്തിന് അമിത് ഷാ നേരത്തെ ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഈ നീക്കത്തിനെതിരെ സഭാ നേതൃത്വം ശക്തമായ പ്രതിഷേധം അറിയിക്കുമെന്നാണ് സൂചന. അതേസമയം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കിയിരുന്ന മണ്ഡല പുനർനിർണയ ബില്ലും 30 ദിവസത്തിലധികം ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ എന്നിവരെ അയോഗ്യരാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന 130ാം ഭരണഘടനാ ഭേദഗതി ബില്ലും ഈ സമ്മേളനത്തിന്റെ അജണ്ടയിൽ തൽക്കാലം ഉൾപ്പെടുത്തിയിട്ടില്ല.